എല്ലാവർക്കും ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ ചോദ്യമല്ല, ഇത് ഈ ക്രൗഡിൻ്റെ മുഴുവൻ ചോദ്യമാണ്. ആക്ച്വലി ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആയിരുന്നു സൂര്യ സാറിൻ്റെ കൂടെയുള്ള ഈ ഒരു പടത്തിലേക്ക് എത്തിപ്പെട്ട മൊമെൻറ്റിനെ എങ്ങനെയാണ് മമിത കാണുന്നത്? ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ ഇത്രയും അധികം ജനങ്ങളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. താങ്ക് യു ഫോർ കമ്മിങ് ഹിയർ. നിങ്ങളെല്ലാവരും സൂര്യ സാറിനെ കാണാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് വന്നതെന്നറിയാം. അപ്പോൾ എന്തായാലും ഓഗസ്റ്റ് 14 പടം റിലീസാവുമ്പം നിങ്ങളെല്ലാവരും പോയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിലർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഏകദേശം അതേ ഒരു വൈബ് തന്നെയാണ് നമ്മുടെ പടം മൊത്തവും. ഒരു ഫൺ എൻ്റർടൈൻമെൻറ്റ്, ഫാമിലി എൻ്റർടൈൻമെൻറ്റ് എന്നൊക്കെ പറയാം. സൂര്യ സാറിൻ്റെ എവറി സൈഡ് ഓഫ് ദാറ്റ് ക്വർക്കി സൈഡ് ആട്ടെ, ഭയങ്കര കോമഡി, ഫൺ, ആക്ഷൻ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഓഗസ്റ്റ് 14 ചോദിച്ച ചോദ്യത്തിന് ഉത്തരം. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരെയും പോലെ തന്നെ ഞാനും ഈ പടം കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് ആസ് എ ഫാൻ ഗേൾ. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സർ, ഐ ഡോണ്ട് നോ ഇഫ് യു റിമെമ്പർ 2015 you came to Cochin Lulu Mall for an event. അപ്പോൾ അന്ന് ഞാൻ I think I was in 8th standard and my brother was like 11th maybe. അപ്പോൾ ചേട്ടനും ചേട്ടൻ്റെ ഫ്രണ്ട്സുമായിട്ട് ലുലു മോളിലേക്ക് പോയി. എനിക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കാണണമെന്ന്. പക്ഷേ ഒബ്വിയസ്ലി പേരൻസ് വിട്ടില്ല. കാരണം ഞാൻ കുറച്ചായിരുന്നു എനിക്ക് ബസ്സിലൊക്കെ കയറി പോകണം. അന്ന് കോട്ടയത്ത് നിന്ന് കൊച്ചിയിലേക്ക് വരിക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ ബസ്സിൽ കയറി വരിക എന്ന് പറഞ്ഞാൽ ടാസ്ക് ആയതുകൊണ്ട് വിട്ടില്ല. അപ്പോൾ ചേട്ടൻ പോയി കണ്ടു, പിക്ചർ എടുത്തു, തിരിച്ചു വന്നു. എന്നെ കാണിച്ചപ്പോൾ തന്നെ ഐ ഫെൽറ്റ് വെരി ബാഡ്. പക്ഷെ ഇന്ന് ട്രിവാൻഡ്രം ലുലു മോളിൽ സാറിൻ്റെ കൂടെ സാറിൻ്റെ പടത്തിൽ അഭിനയിച്ച് ഇവിടെ നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്കൊരു വലിയ വലിയ ഭാഗ്യമാണത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും പോലെ തന്നെ ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. ലൈക്ക് ആസ് ഐ ടോൾഡ് യു ഏർലിയർ, ലൈക്ക് ഒരു ഫാൻ ഗേൾ ആയിട്ട് എനിക്ക് ഭയങ്കര എന്താ പറയുക, നിറഞ്ഞ മനസ്സോടെ ഈ പടം കാണാൻ പറ്റും. എന്തായാലും എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ, ബിക്കോസ് ഇപ്പൊ കിട്ടിയ ഒരു സ്റ്റേജ് ആണ് അതുകൊണ്ട്, ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു മിസ് എനിത്തിങ്. യാ പ്ലീസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സിത്താര എൻ്റർടൈൻമെൻറ്റ്സ്. ഇവിടെ അവരുടെ പ്രസൻസ് മിസ് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ താങ്ക് യു സോ മച്ച് ഫോർ ഗിവിങ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. ആൻഡ് വെങ്കി സർ, രാധിക മാം, നിങ്ങളെ രണ്ടുപേരെയും മിസ് ചെയ്യുന്നുണ്ട് ഇവിടെ. വെങ്കി സാറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചിൽ ഡയറക്ടറാണ്. ഭയങ്കര കൂൾ, ലൈക്ക് ആക്ടേഴ്സിനെ ഭയങ്കര എന്താ പറയുക, സേഫായിട്ട് എല്ലാ ദിവസവും ട്രീറ്റ് തരും. എല്ലാ ദിവസവും വിൽ ഫെയിൽ ലൈക്ക് ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മൾ എങ്ങനെയാണോ അങ്ങനെയാണ് ആ സെറ്റിൽ. അതേപോലെ നിമിഷ് രവിയാണ് നമ്മുടെ ക്യാമറ ചെയ്യുന്നത്. ആൻഡ് ഹി ഹാസ് ഡൺ എ വെരി ഗുഡ് ജോബ്. ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ ഫ്രെയിംസും എത്ര ബ്യൂട്ടിഫുൾ ആണ്. നമ്മളെ ആക്ടേഴ്സിനെ എല്ലാവരും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നതെന്ന്. ആൻഡ് ചേട്ടൻ ഇവിടെ വരാൻ പറ്റിയില്ല, ചേട്ടൻ്റെ നാടാണിത്. പക്ഷെ ഞാൻ ഇതിന് തൊട്ട് മുന്നേ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ വരാൻ പറ്റില്ല, വേറൊരു ഷൂട്ടിലായി പോയി. ആൻഡ് ബംഗ്ലാൻ ചേട്ടൻ ആണ് നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനർ. സോ കുറേ മലയാളികളുണ്ട്. നിമിഷ് ചേട്ടൻ്റെ ടീം തന്നെ ഫുൾ മലയാളികളാണ്.